വില്ലൻ വേഷങ്ങളുടെ കരുത്തും സ്വഭാവ നടന്റെ ആഴവും ഒരുപോലെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടൻ ബൈജു എഴുപുന തന്റെ അഭിനയ ജീവിതത്തിൽ അപൂർവ നേട്ടമായ 300-ാം ചിത്രത്തിന്റെ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി സിനിമയെ സ്വന്തം ശ്വാസമാക്കി മാറ്റിയ ഈ കലാകാരന്റെ യാത്രയ്ക്ക് മറ്റൊരു മിഴിവേകുന്ന തരത്തിലാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രം കൂടോത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് ഷൈമോൾ മേരി, കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി ദിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 36 വർഷങ്ങളോളം നീണ്ട തൻ്റെ കലാജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ കഥാപാത്രവും ഓരോ അനുഭവങ്ങളായിരുന്നുവെന്ന് ബൈജു എഴുപുന പറഞ്ഞു. കുടുംബത്തിൻ്റെ അചഞ്ചലമായ പിന്തുണയും പ്രേക്ഷകർ നൽകിയ സ്നേഹവും വിശ്വാസവുമാണ് 300 സിനിമകളെന്ന ഈ ഉയരത്തിലെത്തിച്ചേർന്നതെന്ന് അദ്ദേഹം നന്ദിയോടെ ഓർത്തെടുത്തു. ബൈജു എഴുപുനയുടെ പുതിയ ചിത്രമായ കൂടോത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷം പങ്കുവെച്ച നടി ദിയ, സിനിമയുടെ പ്രമേയവും കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായിരിക്കുമെന്ന് വ്യക്തമാക്കി. വിജയ് ഫാൻസുമായി വർഷങ്ങളോളം നീളുന്ന ആത്മബന്ധവും വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള വിജയ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളുടെ സാന്നിധ്യം ചടങ്ങിന് കൂടുതൽ നിറം ചേർത്തു. സംവിധാനം ചെയ്യാൻ പറ്റും. കാര്യം ഇതിനകത്ത് വാവച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ചേട്ടൻ സംവിധാനം ചെയ്തത് വാവച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുവരാൻ ചേട്ടന് പറ്റിയാണ്. ചേട്ടന് 2 കാര്യങ്ങളാണ് സന്തോഷം പറയാനുള്ളത്. എങ്ങനെ ഒരു ആക്ടറെ, ഒരു സംവിധായകനെ, ആ ക്യാരക്ടറിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു സംവിധായകന് ഒരു ആക്ടറെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഷോട്ട് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഷോട്ട് വയ്ക്കുമ്പോൾ ഞാനൊരു എൻ്റെ AD-നെ കൊണ്ടുവന്നിട്ട് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറെ കൊണ്ടുവന്നിട്ട് അഭിനയിക്കത്തില്ല. പൊസിഷനും കാര്യങ്ങളും ആ മോണിറ്ററിൽ നോക്കിക്കൊണ്ട് ആസ് എ ഡയറക്ടർ ബൈജു എഴുപുന എന്ന് പറഞ്ഞ ഒരാളെ പോയിട്ട് ആക്ടറായിട്ട് വാവച്ചനായിട്ട് മാറുക എന്നുള്ളത് ഭയങ്കര വെല്ലുവിളിയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു ദൈവം എനിക്ക് ചിന്തകളും പെർഫോം ചെയ്യാനുള്ള ഏരിയയും എല്ലാം തന്നു എന്നുള്ളതാണ്. പിന്നെ 2ാമത്തേത് എങ്ങനെ ആകർഷിച്ചു എന്നുള്ളതിൻ്റെ കാര്യം, ഈ ഒരു കഥ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു 12 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമ ഞാൻ ആ സമയത്ത് ചെയ്തപ്പോൾ കണ്ടന്റ് ആയിരുന്നില്ല എന്ന ഹീറോ. ഇന്ന് സിനിമ വിജയിക്കുന്നതിൽ കണ്ടന്റ് ഹീറോ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. കാര്യം ആ സിനിമയിലുള്ള കണ്ടന്റാണ്, അല്ലാണ്ട് ഒരു ഹീറോ ഇമോജൊന്നും വേണമെന്നില്ല. നല്ല സിനിമകളാണെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള ഓഡിയൻസും കാണും. കാരണം ഞങ്ങൾക്ക് തിയേറ്റർ ഓണറും കൂടെ ആയിരുന്നു. എങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആളുകൾ, അപ്പോൾ അതിന് പറ്റുന്ന എല്ലാ പരിപാടികളും ഈ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. ഞാൻ അതിൽ കൂടുതൽ നോക്കിയപ്പോൾ ഒരു ഫാമിലി ഇമോഷണൽ കണക്റ്റ് ആവുന്ന പല പരിപാടികളുണ്ട്. ഇത് നമ്മളൊരു സിനിമ കാണുമ്പോൾ പിന്നെ വെള്ളിമല എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ, ഇടുക്കിയിൽ 1400 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ സ്ഥലത്ത് എത്താനായിട്ട്. ഷൂട്ടിങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യും, അവിടെ വീടുകളൊന്നും ഇല്ല, നമ്മുടെ സെറ്റെല്ലാം ഉണ്ടാക്കിയിട്ടാണ്. ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് സിനിമയ്ക്ക് നമ്മൾ ഈ വെള്ളിമലയിൽ തന്നെ ഇരിക്കുകയാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു മിത്ത് കണക്റ്റഡ് ആവുന്നൊരു ഏരിയ ഉണ്ട്, ഹൊറർ കണ്ടന്റ് ഉണ്ട്, പിന്നെ ഫാമിലി ബോണ്ടിങ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഇന്നത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ 2 മക്കളായിട്ട് ചെയ്യുന്ന 2 ട്വിൻസ് കുട്ടികൾ, നെടുങ്കണ്ടത്തുള്ള 2 കുട്ടികളാണ്, പുതിയതായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു നല്ല മെസ്സേജുണ്ട്. പിന്നെ എൻഡ് ഓഫ് പണം പോകുമ്പോൾ എന്താ പറയുക, ഐ ആം ഹാപ്പിയാണ്. തീർച്ചയായിട്ടും 12-ാം തീയതി ഇറങ്ങുമ്പോൾ കുറേ കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ കുറേ എലമെൻറ്റ്സ് ഉള്ള കുറേ പരിപാടികൾ ഈ സിനിമയിലുണ്ട്. ഇനിയൊരു സിനിമ സംവിധാനം ചെയ്ത്, അല്ലെങ്കിൽ സംവിധാനം അല്ല, ഞാനൊരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിതരണം ചെയ്യുക എന്നുള്ളത് എനിക്ക് ആദ്യമുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ആസ് എ തിയേറ്റർ ഓണർ എന്നുള്ള നിലയിൽ ഞാൻ നമ്മുടെ ഫിയോക്കിൻ്റെ വിജയകുമാറായിട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സിനിമ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ തന്നെയാണ് വിതരണം ചെയ്യണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്, സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല മാനേജർമാരും എല്ലാം അങ്ങനെയുള്ളൊരു പരിപാടികളൊക്കെ എടുത്ത്
നമ്മൾ തന്നെ റിലീസ് ചെയ്യുന്നു. തമിഴ്നാട് റിലീസ് ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്. 50 സ്റ്റേഷൻ മലയാള പടം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുന്നുണ്ട് സെയിം ടൈം. കന്നഡയിൽ റിലീസ് ചെയ്യുന്നത് വേറെ ഗ്രൂപ്പാണ്. പുറത്ത് GCC, അതുപോലെ GCCയിൽ 12-ാം തീയതി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓവർസീസ് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാവുന്നത് സിനിമ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് അത് സിനിമ പിന്നെ തിയേറ്ററിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവാറില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടുകൂടെ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും വിതരണം ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയതും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വന്നതും കൊണ്ട്